ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന്റെ പ്രാതിനിധ്യ പൊതുയോഗം നടന്നു. ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന യോഗത്തിൽ ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് KM മുഹമ്മദ് നവാസ് അധ്യക്ഷനായിരുന്നു. സഹകരണ മേഖല തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനായിട്ടുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുകയും അവരെ നെഞ്ചോടെടുത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് RBI സംബന്ധിച്ചിടത്തോളം RBI അത് സ്റ്റേറ്റ് ഷെഡ്യൂളിൽപ്പെടുന്ന പ്രശ്നമായിട്ട് പോലും കാര്യമായിട്ട് പോലും അതിനെ ഇടപെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെട്ട് സുഗമമായ പ്രവർത്തനത്തെ കടിഞ്ഞാടുന്ന രീതിയിലേക്ക് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ അർബൻ ബാങ്കായിട്ടുള്ള കഴിഞ്ഞ 103 വർഷക്കാലത്തെ പാരമ്പര്യമുള്ള പഴക്കമുള്ള ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അർബൻ ബാങ്കുകളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് അതിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചില കൺട്രോൾ RBIയുടെ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിലും അവരുടെ പരിധിയിലുമാകുന്ന രീതിയിലേക്ക് അർബൻ ബാങ്കുകൾ പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക വർഷത്തിൽ 2,82,00,000 രൂപയിൽ പരം ലാഭം നമുക്ക് ലഭിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പടിപടിയായിട്ടുള്ള പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. വൈസ് ചെയർമാൻ KK സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ സുമാ ശിവൻ നന്ദി പറഞ്ഞു. ഡയറക്ടർ VK ബാലചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഭരണസമിതി അംഗങ്ങളായ KR ജൈത്രൻ, PN ഉണ്ണികൃഷ്ണൻ, OC ജോസഫ്, TP രഘുനാഥൻ, അഡ്വക്കേറ്റ് നന്ദകുമാർ, രാധിക PP, ഫർസാന റഷീദ്, വിനു PS, ഷിനോജ് MS എന്നിവർ സംസാരിച്ചു. ജനറൽ മാനേജർ സനൽ ചാക്കോ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KG സുധീഷ് പ്രാർത്ഥന നിർവഹിച്ചു.